തലവേദന എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ്. അപ്പൊ എങ്ങനെയാണ് അത് ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഡേഞ്ചർ നമുക്ക് റെഡ് സിഗ്നൽസ് ഉണ്ട്. ഇപ്പം ഹെഡ് ഏക്ക് പറഞ്ഞാൽ അതായത് തണ്ടർ ക്ലാപ്പ് ഹെഡ് ഏക്ക് എന്നൊക്കെ പറയും. അതായത് സിവിയർ ഹെഡ് ഏക്ക്. നമുക്ക് തോന്നുക എനിക്ക് ഇതുപോലെ തലവേദന ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു മൈഗ്രെയിൻ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് നമ്മളൊരു തീരുമാനം ഡയഗ്നോസ് ചെയ്യണം. അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 5 എപ്പിസോഡ്സ് ഓഫ് ഹെഡ് ഏക്സ് ഉണ്ടായിരിക്കണം. അത് ഒരു 4 to 72 hours ആണ് നമ്മൾ ഹെഡ് ഏക്ക് പറയുന്നത്. യൂഷ്വലി യൂണിലാറ്ററൽ ആണ്. അത് ഒരു സൈഡ് ത്രോബിങ് ഹെഡ് ഏക്ക്, പൾസേറ്റിംഗ് ഹെഡ് ഏക്ക് ആയിരിക്കണം. അതേപോലെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് യു ഷുഡ് ഹാവ് ഫോട്ടോഫോബിയ എന്ന് പറയും. ലൈറ്റിലേക്ക് നോക്കാൻ, അതായത് ഡ്യൂറിങ് ഹെഡ് ഏക്കിൻ്റെ സമയത്ത് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിനെ മൈഗ്രെയിൻ പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് 5 episodes യു ഷുഡ് ഹാവ് എ റിപ്പീറ്റ്. അപ്പോൾ ഒരു ഹെഡ് ഏക്ക് കഴിഞ്ഞ് അത് തനിയെ ഒന്നിക്ക് ഉറങ്ങിയാൽ മാറും ഇനീഷ്യലി ഒക്കെ. അപ്പോൾ ഉറങ്ങിയാൽ മാറുന്ന ഹെഡ് ഏക്ക് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായേക്കാം. ചില കേസസിൽ വെർട്ടിഗോ, തലകറക്കം പോലെ ഉണ്ടായേക്കാം. സോ ദർ ആർ സോ മെനി ക്ലാസിഫിക്കേഷൻസ് ഓഫ് മൈഗ്രെയിൻ. അപ്പോൾ അതാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഇതുപോലത്തെ ഒരു തലവേദന ഉണ്ടായിട്ടില്ല എന്നൊരു പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് എൻ എമർജൻസി. അപ്പോൾ നമ്മളത് ഒരു MRI എടുക്കണം. ഇമീഡിയറ്റ് ആയിട്ട് തന്നെ MRI എടുക്കണം.